നമസ്കാരം. ഓ ഓ ഓ ഓം നമോ നാരായണായ. എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനം 49-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ദംഭായ വന്മരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തഴച്ചവധിയില്ലാത്ത കായ്കനിയും അമ്പോടതിനരികിൽ വായിക്കുന്നതല്ല ഭേദ നിൻപാദഭക്തിലത നാരായണായ നമ. നാരായണായ നമ 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 നാരായണായ നമ. ദംഭിന് ചതി, അഹങ്കാരം, മുന്നോട്ടുള്ള തള്ളൽ, ധാർമ്മിക കാര്യങ്ങളിലുള്ള കാപട്യം എന്നൊക്കെയാണ് അർത്ഥം. ഈ അർത്ഥങ്ങളെല്ലാം ഈ അവസരത്തിൽ സംഗതങ്ങളുമാണ്. അഹങ്കാരം ഞാൻ എന്നുള്ള ബോധത്തിൻ്റെ തള്ളലാണല്ലോ. ഈ ബോധമുറച്ചു കഴിഞ്ഞാൽ പിന്നെ ധാർമ്മികത വെറും കാപട്യം മാത്രമാണ്. ലോകരെ വഞ്ചിക്കാനും സ്വാർത്ഥത കൈവരിക്കാനുമാണ് മനുഷ്യന് തിടുക്കം. ആ അഹങ്കാരം അഥവാ കാപട്യം ഒരു വൻമരമായിത്തീരുന്നു. ആ മരത്തിനോ തഴച്ച കൊമ്പുകളും അസംഖ്യം കായ്കനികളുമെല്ലാം ഉണ്ട്. നിൻ പാദഭക്തിലത അമ്പോടതിനരികിൽ വായിക്കുന്നതല്ല എന്ന് ചൊല്ലിയിരിക്കുന്നത് ആ അഹങ്കാരത്തിൻ്റെ അഥവാ ആത്മാവലേപത്തിൻ്റെ അടുത്തെങ്ങും അങ്ങയോടുള്ള ഭക്തിയാകുന്ന ലത വളരുകയില്ല, അതിൻ്റെ അടുത്തെങ്ങും എത്തുകയില്ല. ഇവിടെ മനുഷ്യനിലുള്ള അഹങ്കാരത്തെ അല്ലെങ്കിൽ കപടതയെ വളർന്ന് കായ്കനികൾ പിടിച്ച് തഴച്ച് നിൽക്കുന്ന ഒരു വൃക്ഷമായി ആചാര്യൻ നിരൂപണം ചെയ്തിരിക്കുകയാണ്. അഹംബുദ്ധിയെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ യഥാർത്ഥമായി ഉള്ളിൽ സൃഷ്ടിച്ചു വളർത്തിക്കൊണ്ട് ആത്മാവിനെ മറയ്ക്കുന്നത് ഒരുതരം കാപട്യം തന്നെയാണ്. പ്രപഞ്ചവും താനുമൊക്കെ ഉണ്ടെന്ന് ചിന്തിക്കുകയും ധാർമ്മിക കാര്യങ്ങൾ പുറമേ പറയുകയും ചെയ്യുന്നത് മറ്റൊരു തരം കാപട്യം. ഏതായാലും തൻ്റെ വ്യക്തിത്വത്തെ സമഷ്ടിയിൽ ലയിപ്പിക്കാനും സമന്വയിപ്പിക്കാനും കഴിയാത്ത ആളുകൾക്കെല്ലാം അഹങ്കാരവുമുണ്ട്, കാപട്യവുമുണ്ട്. സംസാരവൃക്ഷത്തിൻ്റെ മൂലമാണ് അത്. ആ അഹങ്കാരരൂപമായ ആത്മവഞ്ചന നമ്മുടെ സ്വഭാവത്തിൽ കലർന്നു പോയിരിക്കുകയാണ്. ഗീതയിൽ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ മായയെ ഒരു വൃക്ഷമായി പറഞ്ഞിരിക്കുന്നത് ഈ വൃക്ഷകൽപ്പനയുമായി പൊരുത്തപ്പെട്ടത് തന്നെയാണ്. ഗീതയിൽ പറയുന്നു, ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിത്ത്. സംസാരമാകുന്ന അരയാലിൻ്റെ ചുവട് മുകളിലും, അതായത് ബ്രഹ്മത്തിലും, ശാഖകൾ താഴെയുമാണ്. വേദങ്ങൾ അതിലെ ഇലകൾ മാത്രമാണ്. ആ അശ്വത്ഥത്തിനെ അറിയുന്നതാരോ ആ ആൾ അറിവിനെ അറിയുന്നവനാണ്. അതുപോലെ തന്നെ വേറൊരു ശ്ലോകം കൂടി പറയുന്നുണ്ട്. അധച്ഛോർത്ഥം പ്രസാസ്തസ്യ ശാഖാഃ ഗുണപ്രവൃദ്ധോ വിഷയപ്രവാളാഃ അധച്ഛ മൂലന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ.
എന്നും പറയുന്നുണ്ട് ഗീതയിൽ. ആ സംസാര വൃക്ഷത്തിൻ്റെ ശാഖകൾ എങ്ങും പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ട് അവ വളർന്നവയാണ്. വിഷയങ്ങൾ അതിൻ്റെ തളിരുകളുമാണ്. ഇങ്ങ് താഴെ ഈ മനുഷ്യലോകത്തിൽ കർമ്മത്തോട് കലർന്ന് അഥവാ കർമ്മരൂപത്തിൽ അതിൻ്റെ തളിരുകൾ വ്യാപിച്ച് കിടക്കുന്നു. ഈ അശ്വത്ഥത്തിന് നാശമില്ല തന്നെ. അഹങ്കാരം തന്നെ ഇല്ലെങ്കിൽ പ്രപഞ്ചവും ഉണ്ടാവാൻ തരമില്ലല്ലോ. ഇല്ലാത്ത ഒന്നിൻ്റെ ഉണ്മയ്ക്കെങ്ങനെ നാശം വരാനാണ്? ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളായ വിഷയങ്ങളാണ് ആ സംസാര വൃക്ഷത്തിൻ്റെ കൊമ്പത്തെ തളിരുകൾ. അവ മനോഹരങ്ങളായ സങ്കല്പ സൃഷ്ടികൾ മാത്രമാണ്. കായും പഴവുമായിട്ടും വൃക്ഷം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിണമിച്ചിരിക്കുന്നുവെന്ന് ഇവിടെ കൽപ്പന ചെയ്തതും കൂടുതൽ അർത്ഥചമത്കാരം ഉണ്ടാക്കുന്നതാണ്. ഭക്തിയാകുന്ന വള്ളി അഹങ്കാരത്തിൻ്റെ അരികിൽ വളരുകയില്ല. അതൊരു വിരോധം തോന്നിക്കുന്ന പ്രസ്താവമാണ്. ഇങ്ങനെ വിരോധം തോന്നിക്കുന്ന പല പ്രസ്താവങ്ങളും ഹരിനാമകീർത്തനത്തിൽ ഉണ്ടല്ലോ. വള്ളി മരത്തിലല്ല പടരുന്നത്. മരത്തിൽ പടരുന്ന വള്ളിയും ഉണ്ട്. സ്വതന്ത്രമായി നിലത്ത് പടരുന്ന വള്ളികളുമുണ്ട്. അഹങ്കാരവും കാപട്യവുമുള്ളിടത്ത് യഥാർത്ഥ ഭക്തി കാണുകയില്ല. പരോപജീവികളായ വള്ളികൾ വൃക്ഷത്തിൽ പടർന്ന് കയറും. അവയ്ക്ക് സ്വന്തമായ നിലനിൽപ്പില്ല. സ്വതന്ത്രമായ ലത നിലത്ത് പടരും. അപ്പോൾ കാപട്യം ഉള്ളവരുടെ ഭക്തിയല്ല. കാപട്യത്തെ ആശ്രയിച്ച് പ്രയോജനപ്പെടുത്തുന്ന ഒരുതരം അഭിനയം മാത്രമാണത്. വൃക്ഷം പുരുഷനും ലത ശക്തിയുമാണ്. പുരുഷനും ശക്തിയും രണ്ടല്ലല്ലോ. പിന്നെ എങ്ങനെ പറയാം ലത വൃക്ഷത്തിൻ്റെ അടുക്കൽ വളരുകയില്ലെന്ന്? അതിൽ അസാധാരണത്വമുണ്ട്. ഈ അസാധാരണത്വത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ വൃക്ഷലതകൾ സമന്വയിക്കപ്പെടുന്നത് നമുക്ക് കാണാം. അഹങ്കാരവും ഭക്തിയും സമന്വയിക്കപ്പെട്ട് കഴിഞ്ഞാൽ സാധന പൂർത്തിയായി. അഹങ്കാരം അഥവാ കാപട്യം അതിൻ്റെ രൂപത്തിലും ഭക്തി വേറിട്ടും നിൽക്കുന്നു എന്ന് വന്നാൽ അവ തമ്മിൽ യോജിക്കില്ല. അവയുടെ സമന്വയത്തിൽ തെളിഞ്ഞു ശോഭിക്കുന്നത് ഉപരിതനമായ പരമപ്രേമം മാത്രമായിരിക്കും. 49ാമത്തെ ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്യാം. ദംഭായ വന്മരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തഴച്ചവധിയില്ലാത്ത കായികനിയും അമ്പോടതിനരികിൽ വായിക്കുന്നതല്ല ഭേദ നിൻപാദ ഭക്തിലത നാരായണായ നമ. 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 ലോകാ സമസ്ത സുഖിനോ ഭവന്തു.